നമസ്കാരം. കൃതിക എന്നൊരു ഉഗ്രരൂപിണിയെപ്പറ്റി കേട്ടിട്ടുണ്ട്. യാഗത്തിൽ നിന്നും ഹോമത്തിൽ നിന്നും പിറന്നവളാണത്. നാശത്തിൻ്റെ തീപ്പൊരിയാണ് അവളുടെ കണ്ണിൽ. ശാപത്തിൻ്റെ വിത്തുകളാണ് അവളുടെ കയ്യിൽ. അഗ്നിയായും പുകയായും പ്രത്യക്ഷപ്പെടും. എവിടെയും കയറി ചെല്ലും. നാവിനാൽ സകലതും നശിപ്പിക്കും. ചില മനുഷ്യ സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. എവിടെയും കയറി ചെല്ലും. അഗ്നി അതിൻ്റെ നാവിനാൽ നക്കും പോലെ സർവ്വതും ഭസ്മമാക്കും. നാശത്തിൻ്റെ വിത്ത് വിതയ്ക്കും. അങ്ങനെ നഷ്ടമായ ഒരു മനുഷ്യനെ ഓർത്ത് കേരളം വിതുമ്പാൻ തുടങ്ങിയിട്ട് ഒരാണ്ട് പിന്നിട്ടു. നവീൻ ബാബു. ഇന്നും മലയാളിക്ക് ഒരു നോവാണ് ആ മനുഷ്യൻ. അയാളുടെ മക്കളെയും ഭാര്യയെയും ഓർത്ത് കേരളത്തിലെ മനസാക്ഷിയുള്ള മനുഷ്യരെല്ലാവരും ദുഃഖിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണീരോടെ അച്ഛൻ അന്ത്യകർമ്മങ്ങൾ ചെയ്ത ആ മകൾ സകലരെയും സങ്കടപ്പെടുത്തി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു മരിച്ചിട്ട് ഒക്ടോബർ 15-ന് ഒരു വർഷമായി. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ആ കുടുംബം ആശ്രയിച്ച കോടതികൾ പോലും അവരുടെ ആവശ്യം അംഗീകരിച്ചില്ല. ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്ത സ്ത്രീയും അവരുടെ ഭരണകൂടവും പാർട്ടിയും ജയിച്ചു. മനുഷ്യപ്പറ്റില്ലാത്ത അവരുടെ പാർട്ടിക്ക് ഇതൊന്നും വലിയ കാര്യമേ അല്ല. തങ്ങൾ ചെയ്യുന്ന സ്വന്തം കൊലപാതകങ്ങൾ ഒഴിച്ച് മറ്റുള്ളതിനെ എല്ലാം അവർ അപലപിക്കും. നവീൻ ബാബുവിൻ്റെ മരണവൃത്താന്തം കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിവുള്ളതായതിനാൽ വിശദീകരിക്കുന്നില്ല. അധികാരത്തിൻ്റെ ഹുങ്കിലും അഹങ്കാരത്തിൻ്റെ തിളപ്പിലും ഒരു സ്ത്രീ കയറി വന്ന് ആ യാത്രയയപ്പ് യോഗത്തെ മരണമൊഴി ചൊല്ലി ഇല്ലായ്മ ചെയ്തു. അവരുടെ ശരീരഭാഷയും പ്രസംഗ രീതിയും ഒരു പാവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആണി തറച്ചു കയറ്റി. പുഞ്ചിരി തൂകിയിരുന്ന ആ മനുഷ്യൻ്റെ മുഖഭാവം ഒരു നിമിഷം മാറി മറിയുന്നത് നമ്മൾ കണ്ടു. ദൈവമേ, തനിക്ക് മുൻപിൽ മരണപത്രം തുറന്നതിൻ്റെ സങ്കടമായിരുന്നല്ലോ ആ മനുഷ്യൻ്റെ മുഖത്തപ്പോൾ. IAS എന്ന 3 അക്ഷരത്തെ ഒരു മനുഷ്യൻ അധികാരവർഗത്തിന് മുമ്പിൽ തൂക്കി വിൽക്കുന്ന ഒരു കാഴ്ചയും ഒപ്പം നമ്മൾ കണ്ടതാണ്. അധികാരത്തിളപ്പിൽ വലിഞ്ഞു കയറി വന്ന ഒരു സ്ത്രീ തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ്റെ മരണ വാറന്റ് വായിക്കുമ്പോൾ മൂക്കിൽ കയ്യും കയറ്റി ചെറുപുഞ്ചിരിയോടെ കുനിഞ്ഞിരുന്ന ആ കലക്ടർ മലയാളികൾ വെറുത്തൊരു മുഖമായി മാറി. മൃതദേഹത്തിനൊപ്പം മലയാളപ്പുഴയിലേക്ക് വന്ന ആ കളക്ടറെ നവീൻ ബാബുവിൻ്റെ ഭാര്യ വീട്ടിൽ കയറ്റിയില്ല. കളക്ടർ പറഞ്ഞത് എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു എന്നും എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യേ എന്നുമായിരുന്നു. ഇന്ന് അയാളുടെ കണ്ണിൽ നല്ല പ്രകാശമാണ്. അധികാരത്തിൻ്റെ വളവളപ്പിൽ അനീതിക്ക് കൂട്ടിനിന്നതിൻ്റെ പ്രകാശം. IAS ആയാലും IPS ആയാലും സാധാരണ മനുഷ്യനായാലും നേതാവായാലും മനുഷ്യപ്പറ്റ എന്നൊരു നാട്ടുപ്രയോഗത്തിൻ്റെ പൊരുളറിയണം. നവീൻ ബാബുവിൻ്റെ ജാതകത്തിൽ കാലദൂതുമായി അവതരിച്ച ആ സ്ത്രീ കണ്ണൂരെ പാർട്ടിയുടെ പൊന്നുമോളാണ് ഇന്നും. എന്തോ ഓസ്കാർ അവാർഡ് നേടിയ ഭാവത്തിലാണ് അവരുടെ നടപ്പും പെരുമാറ്റ രീതികളും പ്രതികരണങ്ങളും. അവൾ സതുദ്ദേശത്തോടെയാണത്രേ ആ പ്രസംഗം നടത്തിയത്. അവൾ വളർന്നു വരുന്ന കേരളം ഉറ്റുനോക്കുന്ന ഒരു നേതാവാണ് പോലും. ഇതിൽ കൂടുതലൊന്നും അവളിനി വളരാനില്ല. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ശപിക്കുന്ന ഒരു സ്ത്രീയായി അവർ മാറി. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആ സ്ത്രീയിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ ആ സത്യം നമ്മോട് വിളിച്ചു പറയുന്നു. കൊടും പാതകം ചെയ്ത് ഒരു മാന്യനായ നിരപരാധിയെ കാരപുരിക്കയച്ച ആ സ്ത്രീയെ സംരക്ഷിക്കാനും വെള്ളപൂശാനും കണ്ണൂരിലെ ആണും പെണ്ണുമായ സകല CPMകാരും മത്സരിക്കുകയായിരുന്നു. ആ കുട്ടിക്ക് ഇന്നുകൂടി ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ സങ്കടമായി പോയനേമെന്ന് പറഞ്ഞാണ് ശ്രീമതി അന്ന് കണ്ണീർ തുടച്ചത്. മൃതദേഹത്തിനെ അനുഗമിച്ച് വന്ന MV ജയരാജൻ റീപോസ്റ്റ്മോർട്ടത്തിനുള്ള എല്ലാ സാധ്യതകളും അടച്ച് കാവൽ നിന്നു. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ മത്സരിച്ച ആരുമില്ല ഇന്ന്. ഇപ്പോഴാ കുടുംബത്തെ ശത്രുക്കളോടെന്ന പോലെയാണ് പാർട്ടി പെരുമാറുന്നത്. വീണ ജോർജ് സങ്കടം സഹിക്കാതെ അന്ന് കരഞ്ഞു തോർക്കുന്നു. എനിക്ക് എത്രയോ കാലം മുമ്പേ അറിയാവുന്ന കുടുംബമാണെന്നേ. പിന്നീട് ഒരിക്കലെങ്കിലും ഈ വീണ ജോർജ് ആ വീട്ടിൽ പോയിട്ടുണ്ടോ? ഇന്നലെയെങ്കിലും ഒന്ന് പോയോ? സർക്കാരുണ്ട് കൂടെയെന്ന് പറഞ്ഞ സഖാക്കൾ ആ വീട്ടിലന്ന് കയറി ഇറങ്ങുകയായിരുന്നു തേരാപ്പാര. ഇപ്പോൾ സർക്കാരുമില്ല, കരുതലുമില്ല, ചേർത്ത് നിർത്തലുമില്ല. ആ കുടുംബം ഇപ്പോൾ പാർട്ടിക്കും സർക്കാരിനും ശത്രുപക്ഷത്താണ്. കണ്ണൂരെ ആ വിപ്ലവ നായികയെ പൊന്നോമനയെ സംരക്ഷിക്കാൻ എന്തൊക്കെ കള്ളത്തരങ്ങൾ ഇവർ കാട്ടി. ആ സ്ത്രീയുടെയും കളക്ടറുടെയും ഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന ആവശ്യം പോലും ഇതുവരെ നടന്നിട്ടില്ല. പോലീസിൻ്റെ കുറ്റപത്രം വെറും വഴിപാട് പത്രമായി മാറി. പലതും ഒളിപ്പിച്ചു വെച്ചു. ഗൂഢാലോചനയും ബിനാമി ഇടപാടുകളും ഒന്നും അന്വേഷിച്ചില്ല. നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കാൻ കണ്ണൂരിലെ ആ ക്രിമിനൽ ബുദ്ധികൾ ഒരുപാട് പണി നടത്തി. ആ കളക്ടർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് താനും. ഒരാളെ കൊലയ്ക്ക് കൊടുക്കുന്ന കിരാതമായ വാക്കുകൾ കേട്ട് അയാൾ ഊറിച്ചിരിച്ച് കുനിഞ്ഞിരിക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ വരവും പോക്കുമൊക്കെ ചില സിനിമയിലെ രാജ്ഞിമാരുടെ രംഗപ്രവേശത്തെ ഓർമ്മിപ്പിച്ചു. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. ഇന്നലെ നവീൻ ബാബുവിൻ്റെ 1ാം ചരമവാർഷിക ദിനമായിരുന്നു. കണ്ണൂരെ ആ സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സങ്കടം സഹിക്കാൻ കഴിയാത്തൊരു വിട പറയലിൻ്റെ ഫോട്ടോ ഇന്നലെ കണ്ടു. സഖാവ് വയക്കാടി ബാലകൃഷ്ണേട്ടന് വിട.
വയക്കാടി ബാലകൃഷ്ണൻ ഈ പ്രതിനായികയ്ക്ക് നൽകിയ കരുതലും സ്നേഹവും ഭയങ്കരമായിരുന്നു അത്രേ. ഈ സ്ത്രീയുടെ വഴികാട്ടിയായിരുന്നത്രേ വയക്കാടി. എന്തായാലും വയക്കാടി ഇവരെ കാണിച്ചു കൊടുത്ത വഴി കെങ്കേമമായിരുന്നു. നീചമായ വാക്കുകൾ കൊണ്ട് സത്യസന്ധന്മാരായ മനുഷ്യരെ ഭീഷണിപ്പെടുത്തുക, ഇല്ലാ കഥകൾ അവർക്കുമേൽ ചാർത്തി അപമാനിക്കുക. എന്തായാലും നവീൻ ബാബു മരിച്ചതിൻ്റെ 1-ാം വാർഷികത്തിൽ തനിക്ക് പറ്റിയ തെറ്റേറ്റു പറഞ്ഞ് ഈ സ്ത്രീ ഒരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ ഇനിയുള്ള കാലമെങ്കിലും നാട്ടുകാരുടെ തെറിയും ശാപവും കേൾക്കേണ്ടി വരില്ലായിരുന്നു അധികം. അപ്പോൾ തനിക്ക് വഴികാട്ടിയായ ഒരാൾ മരിച്ചതുപോലും ഈ പുള്ളിക്കാരിക്ക് സഹിക്കുന്നില്ല എങ്കിൽ പിന്നെ മഞ്ജുഷയ്ക്കും മക്കൾക്കും നവീൻ ബാബുവിൻ്റെ മരണമുണ്ടാക്കിയ ആഘാതം എത്ര വലുതായിരിക്കും. അതിൽ പിന്നെ ആ അമ്മയും മക്കളും ഒരിക്കലെങ്കിലും ചിരിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. ഇവരിട്ട ആ പോസ്റ്റിൻ്റെ അടിയിൽ ഒരൊറ്റ സഖാവ് പോലും വന്ന് കമൻ്റ് ഇട്ട് സഹായിക്കുന്നില്ല. കൊല്ലാൻ മാത്രമല്ല മരിച്ചവരെ ആദരിക്കാനും അറിയാം എന്നായിരുന്നു ഒരു കമൻറ്റ്. സഖാവ് വയക്കാടി ബാലകൃഷ്ണന് വേണ്ടിയിട്ട ആദരാഞ്ജലി പോസ്റ്റിന് അടിയിൽ വന്ന് നിറഞ്ഞതെല്ലാം നവീൻ ബാബുവിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകളായിരുന്നു. പിന്നീടുള്ളതെല്ലാം ഇവരെ ശാപങ്ങൾ കൊണ്ട് പൊതിയുന്നതും. പാർട്ടി ഗ്രാമത്തിൽ പിറന്ന് കമ്മ്യൂണിസം കൊണ്ട് സകല കൊള്ളയും കാണിച്ച് കോടികളുണ്ടാക്കി ജീവിക്കുന്നവർ മാത്രമേ ഇവർക്കൊക്കെ സഖാക്കളുടെ പട്ടികയിൽപ്പെടൂ. അല്ലാതെ വേറെ എവിടെയെങ്കിലും മാനം മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവർ കമ്മ്യൂണിസ്റ്റായി കാണുന്നില്ല. അവർക്ക് യാതൊരു വിധമായ അവകാശങ്ങളുമില്ല. ഇത്രയൊക്കെ തെറിയും പ്രാക്കും കൃത്യമായി കിട്ടിയിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ആ സ്ത്രീ നവമാധ്യമങ്ങളിൽ അങ്ങ് ആറാടുകയാണ്. ആദ്യമൊക്കെ കമ്മികൾ ഇവർക്ക് കമൻ്റിട്ട് ആശ്വാസം പകരാനുണ്ടായിരുന്നു. എന്നാൽ അവറ്റകളെല്ലാം ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. കണ്ണൂരിലെ ലേഡി പിണറായിയായി അവതരിച്ച ഈ വിപ്ലവകാരിയെ ഇപ്പോൾ നവമാധ്യമങ്ങൾ വിളിക്കുന്നത് വേറെ പേരുകളിട്ടാണ്. ഒരാളുടെ ജീവനില്ലാതാക്കിയിട്ട് 1 വർഷം തികഞ്ഞ ദിവസം മറ്റൊരാൾക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്നത് കാണുമ്പോൾ നാട്ടുകാർ തെറി വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പോഴവർ പറയുന്നത് സത്യം ജയിക്കുമെന്നാണ്. അതെ, സത്യം ജയിച്ചതുകൊണ്ടാണല്ലോ നവീൻ ബാബുവിൻ്റെ ആത്മാവിനെ ഓർത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും നിങ്ങളെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തോറ്റു പിന്മാറരുത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് കേരളത്തിലെ ആരോഗ്യമന്ത്രിയാകണം. പിണറായി പണ്ട് മണിയാശാന് വാക്ക് കൊടുത്ത പോലെ വാക്ക് നൽകിയിട്ടുണ്ടാകും. നിരപരാധിയായ നിന്നെ അറസ്റ്റ് ചെയ്ത പോലീസിനെ കൊണ്ട് ഞാൻ നീട്ടി നിന്നെ സല്യൂട്ട് അടിപ്പിക്കാം.